بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളും സ്രഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തെ വിളിച്ചോതുന്നുണ്ട്. ജൈവലോകത്തും അജൈവലോകത്തുമുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ വസ്തുക്കളിലൂടെയും കണ്ണോടിക്കുന്നയാർക്കും സ്രഷ്ടാവായ തമ്പുരാനെ അംഗീകരിക്കാതിരിക്കുവാൻ കഴിയില്ല. ജൈവലോകത്ത് അവന്റെ മാർഗദർശനം കൂടുതൽ പ്രകടമാണ്. ജീവജാലങ്ങൾക്കെല്ലാം അവയുടേതായ പ്രകൃതം നൽകുകയും അവക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് സർവശക്തനായ തമ്പുരാൻ. അല്ലാഹുവിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഏകഛത്രാധിപതിയായിരുന്ന ഫറോവയുടെ മുന്നിലേക്ക് കയറിച്ചെന്നുകൊണ്ട് സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ സന്ദേശ പ്രചാരണം നിർവഹിച്ച മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവ ചക്രവർത്തിയുടെ ആരാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. قال ربنا الذي أعطى كل شيء خلقه ثم هدى അദ്ദേഹം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവനാരോ അവനത്രേ ഞങ്ങളുടെ രക്ഷിതാവ്. ജൈവലോകത്തെ സർവശക്തനായ തമ്പുരാന്റെ മാർഗദർശനത്തെക്കുറിച്ച പര്യവേഷണമാണ് ഈ ഫിലിമിൽ നിർവഹിക്കുന്നത്. കൗതുകകരമായ ദേശാന്തര ഗമന സ്വഭാവം പ്രകടമാക്കുന്ന ജീവികളിലൊന്നാണ് സാൽമൺ മത്സ്യം. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറേ തീരത്താണ് ഇവ ജീവിക്കുന്നത്. നദികളും സമുദ്രങ്ങളും താണ്ടിയുള്ള വിഷമകരവും സാഹസികവുമായ യാത്രയാണ് അവയുടേത്. അമ്മ സാൽമൺ പുഴയിൽ മുട്ടയിടുന്നത് മുതൽ ആരംഭിക്കുന്നു സാൽമൺ മത്സ്യം അതിന്റെ ജീവിതം. പുഴയിൽ നിന്നു തന്നെ സ്വയം ഭക്ഷണം കണ്ടെത്താൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് പ്രാപ്തമാകുന്നു. ഏതാണ്ട് ആദ്യത്തെ ഒരു വർഷത്തോളം സാൽമൺ മത്സ്യം പുഴയിൽ തന്നെ കഴിയുന്നു. ഉപ്പുവെള്ളത്തിലും ശുദ്ധജലത്തിലും ഒരേപോലെ ജീവിപ്പിക്കുവാനുതകുമാർ സൃഷ്ടിക്കപ്പെട്ടവയാണ് സാൽമൺ. അത് നടത്തുന്ന അത്ഭുതകരമായ യാത്രക്ക്
ഇത്തരമൊരവസ്ഥ അനുപേക്ഷണീയവുമാണ്. വസന്തകാലത്തെ ഒരു സുപ്രഭാതത്തിൽ ആയിരക്കണക്കിന് സാൽമൺ മത്സ്യങ്ങൾ കടലിലേക്കുള്ള ദേശാന്തര ഗമനം ആരംഭിക്കുന്നു. ആഴ്ചകൾക്ക് ശേഷം അവ പസഫിക് മഹാസമുദ്രത്തിൽ എത്തപ്പെടുന്നു. സമുദ്രത്തിലെത്തിയാൽ ജനിതകപരമായ പ്രക്രിയകളുടെ അനുകൂല സിദ്ധിയാൽ ഉപ്പുവെള്ളത്തിൽ ജീവിക്കാനാവുന്ന വിധം അവയുടെ ശരീരം പരിവർത്തിതമാവുന്നു. അടുത്ത 1 മുതൽ 4 വർഷം വരെ അവക്ക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അമേരിക്കൻ തീരപ്രദേശം വിട്ട് അലാസ്കയും കടന്ന് ജപ്പാൻ വരെ തുടരുന്ന യാത്രയാണ് അവയുടേത്. യാത്രയുടെ ഒടുവിലാകുമ്പോൾ പ്രായപൂർത്തിയെത്തി ഏറ്റവും വിഷമകരമായ അവസാനത്തെ യാത്രക്ക് തയ്യാറാവുന്നു. താൻ ജനിച്ച പുഴയിലേക്ക് തിരികെ അത് യാത്ര തിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വന്നതിന് നേരെ വിപരീത ദിശയിലേക്കുള്ള സാഹസിക പ്രയാണം. ഒരു വിഘ്നവും അവക്ക് തടസ്സമാകുന്നില്ല. ജലപാതകൾ ഉയർന്ന് ചാടി മാറിക്കടക്കാൻ അവക്ക് കഴിയും. ജലനിരപ്പിൽ നിന്ന് 3 മീറ്റർ ഉയരത്തിൽ ചാടി തടസ്സങ്ങൾ പിന്നിടാൻ അവക്ക് ബിരുദുണ്ട്. ഏതാണ്ട് 32,000 കിലോമീറ്ററോളം തുടരുന്ന ഒരു യാത്രയാണ് അവയുടേത്. ഈ യാത്രക്കിടയിൽ അവ ഒന്നും ഭക്ഷിക്കുകയില്ല. സമുദ്രത്തിലായിരിക്കുമ്പോൾ ശേഖരിച്ച ഊർജം ചെലവിടുക മാത്രമായിരിക്കും ചെയ്യുക. വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച പുഴയിൽ തിരികെയെത്താൻ കഴിയുന്നവ അവിടെ മുട്ടയിടുന്നു. ദൗത്യം പൂർത്തിയാക്കി അധിക നാൾ കഴിയാതെ തന്നെ അവ മരിക്കുന്നു. സാൽമൺ മത്സ്യത്തിന്റെ ഈ ദേശാന്തര ഗമനം പ്രകൃതിയിലെ അമ്പരപ്പിക്കുന്ന പ്രതിഭാസങ്ങളിലൊന്നാണ്. കടലിൽ വർഷങ്ങളോളം ജീവിക്കുന്ന ആയിരക്കണക്കായ മത്സ്യങ്ങൾക്ക് പിറന്നു വീണ പുഴ കണ്ടെത്താനാവുന്നതെങ്ങനെയാണ്? പസഫിക് മഹാസമുദ്രത്തിലേക്ക് പതിക്കുന്ന ആയിരക്കണക്കിന് പുഴകളിൽ നിന്നവ സ്വന്തം പുഴ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നീട് മാത്രമേ അവയിലൂടെ സഞ്ചരിച്ച് ജനിച്ചിടത്തെത്താൻ അവക്ക് കഴിയുകയുള്ളൂ. നിരവധി ശാഖകളുള്ളതിൽ നിന്നാണ് അവ സ്വന്തം പാത കൃത്യമായി തന്നെ തെരഞ്ഞെടുക്കുന്നത്. പിന്നീട് വഴിതെറ്റാതെ യാത്ര ചെയ്തെത്തുകയും ചെയ്യുന്നു. നിരവധി ശാഖകൾ മാറി മാറി ഇടവിട്ട് കൂടിച്ചേരുമ്പോഴൊക്കെ കൃത്യമായത് കണ്ടെത്താനുള്ള ബിരുദ് അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. ഈ അസാധ്യമായ കാര്യം സാൽമൺ വിജയകരമായി നേടിയെടുക്കുന്നു. എങ്ങനെയാണവ ഇക്കാര്യത്തിൽ വിജയിക്കുന്നത്? എന്തുകൊണ്ട് അവക്കങ്ങനെ കഴിയുന്നു? എങ്ങനെ എന്ന ചോദ്യം നോക്കുക. ദീർഘയാത്രക്ക് ഉപയുക്തമായ പ്രത്യേക സംവേദനങ്ങളോടെയാണ് സാൽമൺ മത്സ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. ഭൗമകാന്തിക ക്ഷേത്രം തിരിച്ചറിഞ്ഞ് ദിശയും വഴിയും കണ്ടെത്താനുള്ള കഴിവ് അവയിൽ അന്തർലീനമാണ്. വിശാലമായ മഹാസമുദ്രത്തിൽ ദിശ തെറ്റാതിരിക്കാൻ അവക്ക് കഴിയുന്നുണ്ട്. അടിസ്ഥാന ചോദ്യം ഇതാണ്: താൻ ജനിച്ച പുഴയിലേക്ക് തന്നെ അവ തിരിച്ചെത്തുന്നതെങ്ങനെ? ഇതിന് പ്രകൃതിയായുള്ള കോമ്പസ് കൂടാതെയുള്ള മറ്റു ചില സിദ്ധികളും അവക്ക് ആവശ്യമുണ്ട്. ഓരോ പുഴക്കും അതിന്റെ തന്നെ ഗന്ധമുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാനാവില്ല. എന്നാൽ സത്യമതാണ്. ലോകത്തിലെ എല്ലാ പുഴകൾക്കും നദികൾക്കും അവയുടേതായ രാസമിശ്രിതങ്ങളുണ്ട്.
സാൽമണുകളല്ലാത്തവക്ക് തിരിച്ചറിയാനാവാത്ത വിധം അതിസൂക്ഷ്മമാണ് പുഴകൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാണ് സാൽമൺ മത്സ്യം അതിന്റെ ദേശാന്തര ഗമന യാത്ര നടത്തുന്നത് എന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. ഉത്തര കാലിഫോർണിയയിലെ പ്രൈറി ക്രീക്ക് മത്സ്യ ഫാമിൽ വെച്ചാണ് സാൽമണിന്റെ വഴി കണ്ടെത്തുന്നതിലെ സൂക്ഷ്മത പ്രായോഗികമായി പരിശോധിക്കപ്പെട്ടത്. ദേശാന്തര ഗമനത്തിലെ അതിസാഹസികത ഇവിടെ നടന്ന കണ്ടെത്തൽ ചിത്രീകരിക്കുകയായിരുന്നു. 1964 ഒക്ടോബർ 2 ഒരു പുഴയിൽ വെച്ച് 2 വർഷം പ്രായമുള്ള സാൽമണിനെ കണ്ടെത്തി. ഇതിൽ പ്രൈറി ക്രീക്ക് മത്സ്യ ഫാമിന്റെ ലോഹ ടാഗ് ഘടിപ്പിച്ചിരുന്നു. ഇതിനർത്ഥം പ്രസ്തുത മത്സ്യ ഫാമിൽ വളർന്നിരുന്നതായിരുന്നു ആ സാൽമൺ മത്സ്യമെന്നായിരുന്നു. അവ എങ്ങനെയാണ് സമുദ്രത്തിൽ നിന്ന് മത്സ്യ ഫാമിലെത്തിയത് എന്നതാണ് ചോദ്യം. സമുദ്രത്തിൽ നിന്ന് പുഴയിലെത്താനുള്ള ദൂരം പരിഗണിക്കുമ്പോൾ സാൽമണിന്റെ യാത്ര അസാധ്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. താൻ ജനിച്ച മത്സ്യ ഫാമിലെത്താൻ റെഡ്വുഡ് ക്രീക്കിൽ നിന്ന് സമുദ്രത്തിലെത്തണം. പിന്നീട് പ്രസ്തുത സാൽമൺ മത്സ്യം 5 കിലോമീറ്ററുകളോളം ഒഴുക്കിനെതിരെ നീന്തി നദിയിലെ ആദ്യത്തെ കവലയിലെത്തണം. ഈ കവലയിൽ നിന്ന് വടക്കോട്ട് നീന്തി മുന്നോട്ട് കുതിക്കുമ്പോൾ അനേകം ശാഖകൾ തന്നെ അവ അഭിമുഖീകരിക്കും. സാൽമൺ മത്സ്യം ജനിച്ച ഫാം ഇതിലൊരു ശാഖയുടെ മധ്യത്തിലായിരുന്നു. സാൽമണിന്റെ മുമ്പിലുള്ള ആദ്യത്തെ പരിഗണന വലത്തോട്ട് തിരിയുക എന്നതാണ്. കാരണം ആ ദിശയിൽ നിന്നാണ് ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ അത് ഇടത്തോട്ട് തിരിയാനാണ് തീരുമാനിക്കുക. അങ്ങനെ ഫാമിന് പിറകുവശത്തുകൂടെ എത്താനും മത്സ്യഫാമിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന വെള്ളം ശേഖരിക്കുന്ന ഒരു കൈവടിയുണ്ടായിരുന്നു. മിക്ക സമയത്തും ഈ കൈവടിയിലൂടെ കുറച്ചു വെള്ളം മാത്രമേ ഒഴുകിയിരുന്നുള്ളൂ. എന്നാൽ പ്രസ്തുത വർഷം മഴ ധാരാളം പെയ്തതിനെ തുടർന്ന് ഈ കൈവടിയിലെ ജലനിരപ്പ് ഉയർന്ന് നദിയിലെത്തി. ദുർബലമായ ഈ പ്രവാഹം മതി സാൽമണിന് അതിന്റെ ഗന്ധം തിരിച്ചറിയാൻ. അതിലൂടെ മുന്നേറി അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ സാൽമണിന് പ്രയാസമുണ്ടായില്ല. കൈവടികളിൽ വാട്ടർ പൈപ്പ് സൃഷ്ടിക്കുന്ന സംശയങ്ങൾ ദൂരീകരിച്ച് വഴി കണ്ടെത്താൻ അവക്ക് കഴിഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട്. ഏത് തടസ്സങ്ങളും ഒഴിവാക്കി കൃത്യമായ പാത കണ്ടെത്തുവാനുള്ള അവയുടെ സിദ്ധി നിരവധി പഠനങ്ങൾ
വ്യക്തമായി തെളിയിച്ചു. തടസ്സങ്ങൾക്കുമേൽ തന്റെ തല ശക്തമായി ഇടിച്ച് ബലം പ്രയോഗിക്കാനും അവ മടികാട്ടുന്നില്ല. 2 വർഷം മുമ്പ് താൻ പിറന്നു വീണ ചെറിയ അരുവിയിൽ തന്റെ അമ്പരപ്പിക്കുന്ന യാത്രക്കൊടുവിൽ സാൽമൺ മത്സ്യമെത്തുന്നു. ടാഗുകൾ കെട്ടപ്പെട്ട 70ഓളം സാൽമൺ മത്സ്യങ്ങളെ മത്സ്യഫാം അധികൃതർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. സാൽമൺ മത്സ്യത്തിന്റെ ഈ അത്ഭുതകരമായ കഥ സൃഷ്ടിയുടെ മഹത്തായ ഒരു നിദർശനമാണ്. സാൽമണിന്റെ യാത്രയുടെ ഓരോ ഘട്ടവും കണക്കുകൂട്ടിയിട്ടുണ്ട്. താൻ ജനിച്ചു വീണ സ്ഥലത്തേക്ക് തിരിച്ചെത്താനുള്ള പ്രോഗ്രാം അടങ്ങുന്നതാണ് സാൽമൺ മത്സ്യത്തിന്റെ ശരീരമെന്നതു തന്നെ അമ്പരപ്പുളവാക്കുന്നതാണ്. മഹാസമുദ്രത്തിൽ നിന്ന് തന്റെ വഴി കണ്ടെത്താനുള്ള പ്രകൃതിപരമായ കോമ്പസ് അവ ആർജിച്ചെടുത്ത് മുന്നോട്ടു പോകുന്നു. ഇത് ആകസ്മികത കൊണ്ടല്ലെന്ന കാര്യം വളരെ വ്യക്തമാണ്. ഏറ്റവും ഊർജ്ജസ്വലമായ ഘ്രാണശക്തിയും അവക്കാണുള്ളത്. തനിക്ക് വിധിച്ച ദേശാന്തര ഗമനമെന്ന സൃഷ്ടി ദൗത്യം കൃത്യമായത് പാലിക്കുന്നു. സാൽമൺ മത്സ്യത്തിന്റെ ഈ അസാധാരണമായ കഴിവുകൾ സന്നിവേശിപ്പിച്ചത് പ്രപഞ്ചങ്ങളുടെ നാഥനും സൃഷ്ടാവുമായ അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല. പ്രകൃതിയിലെ ഏറ്റവും കൗതുകകരമായ ജീവികളിലൊന്നാണ് തേനീച്ച. അത് നിർമ്മിക്കുന്ന തേൻ ഏറ്റവും വിശിഷ്ടമായ ഒരു ഭക്ഷ്യവസ്തുവും ഔഷധവുമാണ്. വളരെ സൂക്ഷ്മമായി നിർമ്മിക്കുന്ന തേനീച്ചക്കൂട്ടിലാണ് തേനീച്ചകൾ വസിക്കുന്നത്. ഓരോ കൂട്ടിലും തേൻ വഹിക്കുന്ന 6 വശങ്ങളുള്ള അറകളുണ്ടാവും. ഈ അറകളിൽ തേൻ ശേഖരിക്കാൻ തേനീച്ച പുഷ്പങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അത് അതീവ ശ്രമകരമായൊരു യജ്ഞമാണ്. 40 ദശലക്ഷം പുഷ്പങ്ങൾ സന്ദർശിച്ചാണ് 1/2 കിലോ തേൻ അവ നിർമ്മിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ഈ പൂക്കൾ കണ്ടെത്തുന്നത് തന്നെ വിഷമകരമായൊരു ജോലിയാണ്. ഇതിനായി തേനീച്ച അവരുടെ കൂട്ടത്തിലെ രംഗ നിരീക്ഷകരെയും വശ്യ ശേഖരണക്കാരെയും നിയോഗിക്കുന്നു. തേൻ ശേഖരണക്കാരായ ഈ തേനീച്ചകൾ
പൂക്കളിലേക്കുള്ള വഴി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? തിരിച്ച് വഴി തെറ്റാതെ കൂട്ടിലെത്താനുള്ള പാത അവ കണ്ടെത്തുന്നത് എങ്ങനെ? തേനുള്ള പൂക്കളുടെ സാന്നിധ്യം തന്റെ കൂട്ടുകാരെ അറിയിക്കാൻ അവക്ക് കഴിയുന്നതെങ്ങനെ? ഈ ചോദ്യങ്ങൾ നമ്മെ ചില കൗതുകകരമായ നിഗമനങ്ങളിലെത്തിക്കുന്നു. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് തേനിന്റെ സ്രോതസ് കണ്ടെത്തിയ ഒരു തേനീച്ചയാണ്. ഈ ഭക്ഷ്യശേഖരണക്കാരന്റെ ദൗത്യം താൻ കണ്ടെത്തിയ പൂക്കളെപ്പറ്റി തന്റെ കൂട്ടുകാർക്ക് വിവരം നൽകുകയാണ്. ആദ്യമായി താൻ ശേഖരിച്ച തേനിന്റെ ഗുണമേന്മയെപ്പറ്റി കൂട്ടിലെ സഹചാരികൾക്ക് വിവരം നൽകുന്നു. ഇതിനായി അതിന്റെ ചെറിയൊരംശം സഹചാരികൾക്ക് നൽകുന്നു. അതാണ് നാം ഇവിടെ കാണുന്നത്. പിന്നീട് പൂവിലേക്കുള്ള ദിശ വ്യക്തമാക്കുന്ന മുഖ്യ ദൗത്യം നിർവഹിക്കുകയായി. ഇതവ ഒരുതരം നൃത്തത്തിലൂടെയാണ് നിർവഹിക്കുന്നത്. കൂടിന്റെ മധ്യത്തിൽ തന്റെ ശരീരം മുഴുവൻ കുലുക്കിക്കൊണ്ടുള്ള ഒരു നൃത്തം അതാരംഭിക്കുന്നു. പൂക്കളുടെ സ്ഥാനത്തെപ്പറ്റി സമഗ്രമായ വിവരങ്ങൾ നൽകാൻ ഈ നൃത്തത്തിന് കഴിയുമെന്നത് വിശ്വസിക്കാൻ പ്രയാസമെങ്കിലും സത്യമാണ്. ഉദാഹരണത്തിന്, കൂടിന്റെ ഉപരിഭാഗം ലക്ഷ്യമാക്കിയുള്ള നേർരേഖയിലാണ് ഡാൻസെങ്കിൽ ഭക്ഷ്യവസ്തുവിന്റെ സാന്നിധ്യമുള്ളത് സൂര്യന്റെ കൃത്യമായ ദിശയിലാണ്. വിപരീത ദിശയിലാണ് പൂക്കളെങ്കിൽ ആ ദിശയിലായിരിക്കും തേനീച്ച നൃത്തത്തിന്റെ രേഖകൾ. ഇപ്പോൾ തേനീച്ച വലതുഭാഗത്തേക്കാണ് നൃത്തം ചെയ്യുന്നത്. വലതുഭാഗത്തേക്ക് 90 ഡിഗ്രിയിലാണ് പൂക്കളെന്ന് ഇത് കാണിക്കുന്നു. കൂട്ടിലെ തന്റെ സഹചാരികൾക്ക് സൂര്യന്റെ ഇടതുവശത്തേക്ക് 45 ഡിഗ്രി ചെരിഞ്ഞാണ് പൂക്കളെന്ന് ഈ ശേഖരണക്കാരൻ തേനീച്ച വിവരിക്കുകയാണ്. ഇവിടെയൊരു ചോദ്യമുണ്ട്. സൂര്യന്റെ സ്ഥാനത്തെ അവലംബമാക്കിയാണ് വിവരണമെങ്കിൽ സൂര്യൻ സദാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ 4 മിനിറ്റിലും സൂര്യൻ പടിഞ്ഞാറോട്ട് 1 ഡിഗ്രി നീങ്ങുന്നു. ഇത് തേനീച്ചക്ക് തെറ്റുവരുത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. എന്നാൽ അത്ഭുതകരമായ ഗണനവിദ്യയാൽ അവക്ക് ഒട്ടുമേ തെറ്റുവരുന്നില്ല. ഭക്ഷ്യശേഖരണക്കാരനായ തേനീച്ചക്ക് പൂക്കളിലേക്കുള്ള ദിശ മാത്രമല്ല, അവിടേക്കുള്ള ദൂരവും വിശദീകരിക്കാൻ കഴിയുന്നു. നൃത്തത്തിനെടുത്ത സമയം, കറങ്ങലിന്റെ എണ്ണം എന്നിവ ദൂരത്തെ അറിയിക്കുവാനുള്ളതാണ്. ഇതിനാവശ്യമായ കൃത്യമായ പോഷകം ശേഖരിച്ചുകൊണ്ടാവണം യാത്ര ആരംഭിക്കുന്നത്. കാലിഫോർണിയയിൽ നടന്ന ഒരു പരീക്ഷണത്തിൽ പഞ്ചസാര വെള്ളത്തിന്റെ 3 പാത്രങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വെച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് ഭക്ഷ്യ ശേഖരണക്കാരായ തേനീച്ചകൾ അവ കണ്ടെത്തി. ആദ്യത്തെ പാത്രത്തിലെത്തിയ തേനീച്ചയെ കുത്തുകൊണ്ട് അടയാളപ്പെടുത്തി. രണ്ടാമത്തേതിനെ വര കൊണ്ടും മൂന്നാമത്തേതിനെ പ്ലസ് ചിഹ്നം കൊണ്ടും അടയാളപ്പെടുത്തി. ഭക്ഷ്യ ശേഖരണക്കാരായ തേനീച്ചകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മറ്റ് തേനീച്ചകളെയും മിനിറ്റുകൾക്കകം അടയാളപ്പെടുത്തി. വ്യത്യസ്ത തേനീച്ചകളെ നിരീക്ഷിക്കുന്നവരെ അവരുടെ ചിഹ്നം കൊണ്ടുതന്നെ അടയാളപ്പെടുത്തി. മിനിറ്റുകൾക്കകം കുത്തുകൊണ്ട് അടയാളപ്പെടുത്തിയ ആദ്യത്തെ പാത്രത്തിലും വര കൊണ്ട് അടയാളപ്പെടുത്തിയ രണ്ടാമത്തെ പാത്രത്തിലും പ്ലസ് കൊണ്ട് അടയാളപ്പെടുത്തിയ മൂന്നാമത്തെ പാത്രത്തിലും ഈ അടയാളങ്ങളുള്ള തേനീച്ചകൾ തന്നെ എത്തിയതായി കാണാൻ കഴിഞ്ഞു. ഭക്ഷ്യ ശേഖരണക്കാരിൽ നിന്നുള്ള വിവരം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തേൻ ശേഖരണാർത്ഥമുള്ള തേനീച്ചകളുടെ പുറപ്പാടെന്ന് ഈ പരീക്ഷണം വ്യക്തമായി തെളിയിച്ചു. ഇത്ര ഉജ്ജ്വലമായ സംഘടിത വ്യവസ്ഥ തേനീച്ചകൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്.
ചിന്തയോ ബുദ്ധിശക്തിയോ ഇല്ലാത്ത ഈ ചെറുജീവി ഈ വിധം പെരുമാറുന്നതെങ്ങനെ? പോഷകാഹാര സ്രോതസ് കണ്ടെത്തി കൂട്ടുകാരെ വിവരമറിയിക്കാൻ അവക്ക് കഴിയുന്നതെങ്ങനെ? നൃത്ത വിദ്യയിലൂടെ സങ്കീർണമായ ആശയ വിനിമയ രീതി അവ പ്രകടിപ്പിക്കുന്നതെങ്ങനെ? സങ്കീർണമായ ചലനങ്ങളും വിറപ്പിക്കലുകളും കൊണ്ട് ആശയക്കൈമാറ്റം നടത്തുവാൻ അവക്ക് സാധിക്കുന്നതെങ്ങനെ? ഈ എങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഭൗതികവാദികൾക്ക് സാധ്യമല്ല. സൃഷ്ടികർത്താവായ തമ്പുരാന്റെ അസ്തിത്വത്തെക്കുറിച്ചാണ് ഓരോ ചെറുജീവിയും നമുക്ക് പറഞ്ഞു തരുന്നത്. പരിണാമ സിദ്ധാന്തം ഭൂമിയിലെ ജീവജാലങ്ങളുടെ ആകസ്മികമായ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ സിദ്ധാന്തം തേനീച്ചയുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിൽ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. തേനീച്ചയുടെ നേരത്തെ പറഞ്ഞ ഓരോ പ്രത്യേകതകളും അവ സ്രഷ്ടാവിന്റെ നിർമ്മിതിയാണെന്ന വസ്തുത സുതരാം വ്യക്തമാക്കുന്നു. അല്ലാഹുവാണ് അവയെ സൃഷ്ടിച്ചതും അവക്ക് മാർഗദർശനമരുളുന്നതും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക. وَأَوْحَى رَبُّكَ إِلَى النَّحْلِ أَنِ اتَّخِذِي مِنَ الْجِبَالِ بُيُوتًا وَمِنَ الشَّجَرِ وَمِمَّا يَعْرِشُونَ ثُمَّ كُلِي مِن كُلِّ الثَّمَرَاتِ فَاسْلُكِي سُبُلَ رَبِّكِ ذُلُلًا يَخْرُجُ مِن بُطُونِهَا شَرَابٌ مُخْتَلِفٌ أَلْوَانُهُ فِيهِ شِفَاءٌ لِّلنَّاسِ إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَتَفَكَّرُونَ. നിന്റെ നാഥൻ തേനീച്ചക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു. മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പാനീയം പുറത്തു വരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ദക്ഷിണ കനഡയിൽ ജീവിക്കുന്ന അസാധാരണമായ ഒരു ചിത്രശലഭമുണ്ട്. മൊണാർക്ക് ചിത്രശലഭം. മറ്റെല്ലാ ചിത്രശലഭങ്ങളെയും പോലെ മൊണാർക്ക് ചിത്രശലഭവും ഈ ലോകത്തേക്ക് കടന്നുവരുന്നത് സമഗ്രമായി ചിട്ടപ്പെടുത്തപ്പെട്ട ഘട്ടങ്ങളായിട്ടാണ്. ആദ്യത്തെ ഘട്ടത്തിൽ അമ്മ ചിത്രശലഭം ഒരു ഇലക്ക് മുകളിൽ മുട്ടയിടുന്നു. പിന്നീടത് പുഴുവായിത്തീരുന്നു. പിന്നീടത് സ്വയം ആവരണമുണ്ടാക്കി അതിലൊതുങ്ങുന്നു. ഒരു മൊണാർക്ക് ചിത്രശലഭത്തിന്റെ ശലഭകോശം അഥവാ കൊക്കൂൺ അത്ഭുതകരമായി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. നേരിയതും എന്നാൽ ശക്തവുമായ നൂലുകളാൽ അത് മരക്കൊമ്പിനോട് ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ശലഭകോശത്തിൽ നിന്ന്
പുഴു സാവധാനത്തിൽ വളർന്ന് ചിത്രശലഭമായി മാറുന്നു. ആദ്യമൊക്കെ അതിന്റെ ചിറകുകൾ പരന്നതും ചലനമറ്റതുമായിരിക്കും. എന്നാൽ പിന്നീട് രക്തചംക്രമണം നടന്ന് അത് പറക്കലിന് തയ്യാറാകും. മറ്റു ചിത്രശലഭങ്ങളിൽ നിന്ന് മൊണാർക്ക് ചിത്രശലഭത്തെ വ്യത്യസ്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. വർഷത്തിൽ 4 തലമുറകളാണ് അവയിൽ നിന്ന് രൂപം കൊള്ളുന്നത്. ആദ്യത്തെ 3 തലമുറകൾക്ക് ശരാശരി 5 മുതൽ 6 ആഴ്ചക്കാലത്തെ ആയുസ്സാണുണ്ടാവുക. എന്നാൽ 4ാമത്തെ തലമുറയുടെ കാര്യം വളരെ വ്യത്യസ്തമാണ്. 8 മാസം നീണ്ടുനിൽക്കുന്ന ഒരു ദേശാന്തര ഗമനത്തിനു ശേഷം മാത്രമേ അവ നശിക്കുകയുള്ളൂ. ദക്ഷിണ കനഡയിൽ പല മൊണാർക്ക് കേന്ദ്രങ്ങളിൽ നിന്നും തെക്കോട്ടുള്ള ദേശാന്തര ഗമനം ആരംഭിക്കുന്നു. ഒരു വിഭാഗം കാലിഫോർണിയയിലേക്ക് പോകുമ്പോൾ മറ്റൊരു വിഭാഗം കൂടുതൽ തെക്കുള്ള മെക്സിക്കോവിലേക്ക് പോകുന്നു. ദേശാന്തര ഗമനത്തിനിടെ മുകളിൽ നിന്ന് കൽപ്പന കിട്ടിയാലെന്ന വണ്ണം മൊണാർക്കുകൾ പരസ്പരം വഴിയിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നെന്ന വണ്ണം കൃത്യമായി പ്ലാൻ ചെയ്യപ്പെടുന്നുണ്ട് മൊണാർക്കിന്റെ ദേശാന്തര ഗമനം. അവ യാത്ര ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസമല്ല, ശരത്കാലത്തിലെ സമരാത്ര ദിനത്തിലാണ്, അഥവാ ഇക്വിനോക്സിലാണ്. 2 മാസം പറന്ന ശേഷം ദക്ഷിണ ഭാഗത്തെ ചൂടുള്ള കാടുകളിൽ അവ എത്തുന്നു. മില്യൺ കണക്കിന് മൊണാർക്കുകൾ വൃക്ഷങ്ങളെ കോശം കണക്കെ വലയം ചെയ്ത് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള 4 മാസങ്ങളിൽ ഭക്ഷണമൊന്നുമില്ലാതെ കഴിച്ചുകൂടുന്നു. ശരീരത്തിൽ ശേഖരിച്ചു വെച്ച കൊഴുപ്പുപയോഗിച്ചും വെള്ളം കുടിച്ചും മാത്രമാണ് അവയുടെ അതിജീവനം. വസന്തകാലത്ത് പൂക്കൾ വിടരുന്നതോടെ 4 മാസങ്ങൾക്ക് ശേഷം മൊണാർക്ക് ചിത്രശലഭങ്ങൾ തങ്ങളുടെ തേൻ ഭക്ഷിക്കൽ ആരംഭിക്കുന്നു. ഇപ്പോൾ വടക്കേ അമേരിക്കയിലേക്ക് തിരികെ യാത്ര തിരിക്കാൻ ആവശ്യമായ ഊർജം അവ ശേഖരിച്ചു കഴിഞ്ഞു. യാത്ര തുടരും മുമ്പ് മാർച്ച് മാസത്തിന്റെ ഒടുവിൽ അവ ഇണചേരുന്നു. അന്ന് വസന്ത സമരാത്ര ദിനത്തിൽ മൊണാർക്ക് ചിത്രശലഭ കോളനികളുടെ മടക്കയാത്ര ആരംഭിക്കുന്നു. യാത്രക്കൊടുവിൽ അവ കാനഡയിലെത്തി ഏറെ വൈകാതെ ചത്തൊടുങ്ങുന്നു. എന്നാൽ ചരമമടയും മുമ്പ് വർഷത്തിലെ ആദ്യത്തെ തലമുറക്കവ ജന്മം നൽകിയിരിക്കും. ഏതാണ്ട് 1.5 മാസം ആദ്യത്തെ തലമുറ അതിജീവനം നടത്തും. പിന്നീട് 2ഉം 3ഉം തലമുറകൾക്ക് ശേഷം 4ാമത്തെ തലമുറ ദേശാന്തര ഗമന ചക്രം ആരംഭിക്കും. ഈ 4ാമത്തെ തലമുറ മറ്റ് 3എണ്ണത്തേക്കാൾ 6 മാസം അധികം ജീവിച്ചുകൊണ്ടാണ് വർഗം മുന്നോട്ട് നീങ്ങുന്നത്. ഈ അത്ഭുതകരമായ ദേശാന്തര ഗമനം നമ്മുടെ മനസ്സിലേക്ക് നിരവധി ചോദ്യങ്ങൾ ഇട്ടുതരുന്നില്ലേ? ഓരോ 4ാമത്തെ തലമുറക്കും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി 6 മാസത്തോളം കൂടുതൽ ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഈ ദീർഘായുഷ്ടരായ തലമുറക്കാർ ഹേമന്തകാലത്ത് മാത്രം സന്ധിക്കുന്നതെങ്ങനെ? പകലും രാത്രിയും തുല്യമായ ഇക്വിനോക്സ് നാളിൽ തന്നെ ദേശാന്തര ഗമനം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇത്ര സൂക്ഷ്മമായ കണക്കുകൂട്ടൽ വിദ്യ അവക്കെങ്ങനെ സാധ്യമാകുന്നു? തങ്ങൾ ഒരിക്കലും പോയിട്ടില്ലാത്ത മേഖലയിലേക്ക് കൃത്യതയാർന്ന വിധം പോകാൻ അവക്ക് കഴിയുന്നതെങ്ങനെ? ഇതെല്ലാം കാണിക്കുന്നത് അന്യൂനമായ വിധത്തിൽ പ്ലാൻ ചെയ്യപ്പെട്ട ഒരു സൃഷ്ടി പദ്ധതിയുടെ ഭാഗമാണ് ഈ ദേശാന്തര ഗമന വ്യവസ്ഥ എന്നാണ്. ഈ പദ്ധതിയിൽ ഏതെങ്കിലും തെറ്റുവന്നാൽ അവക്ക് ദേശാന്തര ഗമനം നടത്തുക സാധ്യമല്ല.
അങ്ങനെ വന്നാൽ ഹേമന്തകാലത്ത് തന്നെ എല്ലാ മൊണാർക്കുകളും ചത്തൊടുങ്ങി അവക്ക് വംശനാശം തന്നെ സംഭവിച്ചേക്കും. മൊണാർക്ക് ചിത്രശലഭങ്ങൾക്ക് ബോധനം നൽകപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വാർഷിക ദേശാന്തര ഗമനത്തോടനുബന്ധിച്ച ഈ അസാധാരണമായ സ്വഭാവ ചേഷ്ടകൾ. ഭൂമിയുടെയും ആകാശത്തിന്റെയും സ്രഷ്ടാവായ അല്ലാഹുവാണ് എല്ലാറ്റിന്റെയും നിയന്താവും സംരക്ഷകനും. പറക്കുന്നതിന് മനുഷ്യൻ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ വിമാനം നിർമ്മിക്കപ്പെട്ടു. അതിനുശേഷം കൂടുതൽ മികച്ച പറക്കൽ യന്ത്രങ്ങൾ നിർമ്മിക്കാൻ അനേകം ശാസ്ത്രജ്ഞർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേ തുടർന്നാണ് ഇന്നത്തെ അത്യാധുനിക വിമാനങ്ങൾ ഉജ്ജ്വല ഡിസൈനിങ്ങിലൂടെ നിർമ്മിതമായി കൊണ്ടിരിക്കുന്നത്. പറക്കൽ ഒരു മഹത്തായ കഴിവ് തന്നെയാണ്. അതിന്റെ ഉപയോഗം എത്ര മികച്ച രൂപത്തിൽ അതിനെ നിയന്ത്രിക്കാനാകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. വായുവിൽ പറന്നു നിൽക്കാനോ ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ ഇറങ്ങാനോ കഴിയുക എന്നത് പറക്കൽ പോലെ തന്നെ പ്രാധാന്യമേറിയതാണ്. ഇക്കാരണത്താൽ വിവിധ വിധത്തിൽ മാറ്റപ്പെടുത്താവുന്ന വിധത്തിലുള്ള വിമാനങ്ങളാണ് മനുഷ്യൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹെലികോപ്റ്ററുകൾക്ക് വായുവിന്റെ മധ്യത്തിൽ നിൽക്കാനും പെട്ടെന്ന് നേരെ മുകളിലേക്ക് കുതിക്കാനും കഴിയും. യുദ്ധമേഖലയിലെ പ്രാധാന്യം കണക്കിലെടുത്ത് ഹെലികോപ്റ്ററുകളുടെ ഡിസൈനിംഗ് സംബന്ധിച്ച ഗവേഷണങ്ങൾക്കായി രാഷ്ട്രങ്ങൾ തങ്ങളുടെ ബജറ്റുകളിൽ ഉയർന്ന തുക വകകൊള്ളിക്കുന്നുണ്ട്. എന്നാൽ ഈയിടെ നടന്ന ഗവേഷണങ്ങൾ പുതിയൊരു അത്ഭുതമാണ് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആധുനിക ഹെലികോപ്റ്ററുകൾ പറക്കൽ ടെക്നോളജിയിൽ ചെറിയൊരു ആനത്തുമ്പിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ കേവലം നിസ്സാരമാണെന്ന വസ്തുത. മനുഷ്യർ ഇതേവരെ നിർമ്മിച്ച പറക്കൽ സാങ്കേതിക വിദ്യകളെ അനേകമടങ്ങ് മറികടക്കുന്ന ഡിസൈനിംഗ് ആണ് ആനത്തുമ്പിയുടേത്. ഇക്കാരണത്താൽ ലോകപ്രസിദ്ധമായ സിക്കോർസ്കൈ എന്ന ഇനം ഹെലികോപ്റ്ററുകൾ ആനത്തുമ്പിയെ അനുകരിച്ചാണ് നിർമ്മിക്കുന്നത്. ഈ പ്രോജക്റ്റ് അനുസരിച്ച് ആനത്തുമ്പിയുടെ ഭാരം വഹിച്ചുള്ള സഞ്ചാരത്തിന്റെ ഇമേജുകൾ പ്രത്യേക കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെ പഠനവിധേയമാക്കുകയാണ് ഒരു IBM കമ്പനി. ആനത്തുമ്പിയുടെ പറക്കൽ വിദ്യ ഉപയോഗിച്ചാണ് സിക്കോർസ്കൈ മോഡൽ ഹെലികോപ്റ്റർ നിർമ്മിതമാവുന്നത്. ചുരുക്കത്തിൽ മനുഷ്യൻ പ്ലാൻ ചെയ്തതിനേക്കാൾ മികച്ച ഡിസൈനിംഗ് ഒരു ചെറിയ ജീവിയിൽ നാം കാണുന്നു. ആനത്തുമ്പിയുടെ പറക്കൽ സാങ്കേതിക വിദ്യയും അതിന്റെ ചിറകിന്റെ ഡിസൈനിങ്ങും ഒരു കാര്യം വ്യക്തമാക്കുന്നു: അല്ലാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യവും അത്ഭുതകരമായ ഡിസൈനിങ്ങും. തന്റെ ചലനങ്ങൾ ദ്രുതഗതിയിൽ നടത്താനുതകുമാറുള്ള 2 ജോഡി ചിറകുകൾ ആനത്തുമ്പിക്കുണ്ട്. മണിക്കൂറിൽ 39 കിലോമീറ്റർ എന്ന വേഗതയിലാണ് 100 മീറ്റർ ചെയ്യുന്ന ഒരു ഒളിമ്പ്യൻ അത്ലറ്റിന് ഓടാനാവുന്നത്. നല്ലൊരു പറക്കലിന് മറ്റൊരു നിബന്ധനയുണ്ട്: നല്ലൊരു കാഴ്ച വ്യവസ്ഥയുടെ അഭാവത്തിൽ പറക്കൽ അപായകരമാണ്. അതിനാൽ ആധുനിക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉയർന്ന തലത്തിലുള്ള കാഴ്ച വ്യവസ്ഥ
ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആനത്തുമ്പിക്കും ഉന്നതമായൊരു ദൃശ്യ വ്യവസ്ഥയുണ്ട്. അതിന് മൊത്തം 30,000 വരുന്ന സൂക്ഷ്മ നേത്രങ്ങളുണ്ട്. ഓരോ കണ്ണും വിവിധ പോയിന്റുകളെ ലക്ഷ്യമിടുന്നു. ഈ കണ്ണുകളിൽ നിന്നുള്ള ഓരോ വിവരവും ആനത്തുമ്പിയുടെ തലച്ചോറിലേക്ക് ചെന്ന് കമ്പ്യൂട്ടറുകളുടേതിന് തുല്യമായ അപഗ്രഥനത്തിന് വിധേയമാക്കപ്പെടുന്നു. ഈ വ്യവസ്ഥയാൽ അത്യുജ്വലമായ കാഴ്ച വ്യവസ്ഥയാണ് ആനത്തുമ്പിക്കുള്ളത്. സൗകര്യം പോലെ തെന്നിമാറാനുള്ള കഴിവ് ഹെലികോപ്റ്ററുകളെക്കാൾ മികച്ച രൂപത്തിലുള്ളതാണ് ആനത്തുമ്പിയുടേത്. ഉദാഹരണത്തിന്, വിപരീത ദിശയിൽ നിന്ന് വരുന്ന മറ്റൊരു വസ്തു ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും വഴിമാറാൻ അവക്ക് കഴിയും. ആനത്തുമ്പിക്ക് 2 വെല്ലുവിളികളുണ്ട്. ശക്തമായി അടിച്ചു വീശുന്ന കാറ്റും വേട്ടയാടാൻ ലക്ഷ്യമിടുന്ന പക്ഷികളും. വളരെ തന്ത്രപൂർവം അവയിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതിൽ ഈ ചെറുജീവികൾ വിജയിക്കുന്നു. പൈലറ്റുമാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം സൗകര്യമനുസരിച്ചുള്ള ഈ ഒഴിഞ്ഞുമാറ്റമാണ്. ഒരു ഒഴിഞ്ഞുമാറ്റത്തിന് ശേഷം വാഹനവും പ്രതലവും തമ്മിലുള്ള പൊസിഷൻ വ്യത്യാസം അറിയാൻ വിഷമമാണ്. ഒരു അഭ്യാസത്തിന് ശേഷം പൈലറ്റിന് വിമാനത്തിന്റെ ഏത് വശമാണ് മുകളിൽ, ഏത് വശം താഴെ എന്നറിയാതെ അപകടം സംഭവിക്കുന്നു. ഇതിനെ നേരിടാൻ സാങ്കേതിക വിദഗ്ധർ നിർമ്മിച്ചെടുത്ത ഉപകരണമാണ് ഗൈറോസ്കോപ്പ്. ചക്രവാളം സൂചിപ്പിക്കുന്ന തിരശ്ചീനമായ രേഖ ഈ ഉപകരണം സൂചിപ്പിക്കുന്നു. തിരശ്ചീന രേഖയും യഥാർത്ഥ ചക്രവാളവുമായി താരതമ്യപ്പെടുത്തി വിമാനത്തിന്റെ ഓരോ നിമിഷത്തിലുമുള്ള പൊസിഷൻ അങ്ങനെ അറിയാനാവുന്നു. സാങ്കേതിക വിദഗ്ധർ ഈയിടെ മാത്രം നിർമ്മിച്ചെടുത്ത ഈ ഉപകരണം ലക്ഷക്കണക്കിന് വർഷങ്ങളായി ആനത്തുമ്പികൾ ഉപയോഗിക്കുന്നു. ആനത്തുമ്പിയുടെ കണ്ണുകൾക്ക് മുകളിൽ ഒരു കൃത്രിമമായ തിരശ്ചീന രേഖ ഘടിപ്പിച്ചിരിക്കുന്നു. ഏത് കോണിൽ പറന്നാലും അതിന്റെ തല തിരശ്ചീന രേഖക്ക് സമാനമായി പിടിക്കാൻ അവക്ക് കഴിയുന്നു. പറക്കുമ്പോൾ ആനത്തുമ്പിയുടെ ശരീരനില വ്യത്യാസപ്പെടുകയും ശരീരത്തിലും തലക്കുമിടയിലുള്ള രോമം സജീവമായി നിൽക്കുകയും ചെയ്യും. ഈ രോമങ്ങളുടെ വേരുകളിലുള്ള നാഡീകോശങ്ങൾ ആനത്തുമ്പിയുടെ പറക്കൽ പേശികളിലേക്ക് അവയുടെ വായുവിലെ ആസ്ഥാനത്തെക്കുറിച്ച് അറിവ് നൽകുന്നുണ്ട്. ഇതിനാൽ അവയുടെ പറക്കൽ പേശികൾക്ക് സ്വയമേവ ചിറകടിയുടെ സംഖ്യയും വേഗതയും ക്രമപ്പെടുത്താൻ സാധ്യമാവുന്നു. ഏറ്റവും വിഷമമേറിയ ഒഴിഞ്ഞുമാറലിൽ പോലും ആനത്തുമ്പിക്ക് ദിശയോ നിയന്ത്രണമോ നഷ്ടമാവുന്നില്ല. ഈ വ്യവസ്ഥ തീർച്ചയായും അത്ഭുതകരമായ ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തന്നെയാണ്. ഇവിടെ ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടതുണ്ട്. തനിക്കുള്ള ഈ അന്യൂനമായ വ്യവസ്ഥയെപ്പറ്റി യാതൊരു ധാരണയും ആനത്തുമ്പിക്കില്ല. ആരാണ് ഈ കീടത്തിന്റെ ശരീരത്തിൽ ഇത്ര സങ്കീർണമായൊരു പറക്കൽ വ്യവസ്ഥ ഘടിപ്പിച്ച് വിദഗ്ധ എഞ്ചിനീയർമാർക്ക് പോലും അവയെ മാതൃകയാക്കിയത്? പരിണാമവാദം ജീവന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ആകസ്മികത കൊണ്ട് വിശദീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ വിശദീകരണം നൽകാൻ ഈ സിദ്ധാന്തത്തിന് സാധിച്ചിട്ടില്ല. ആനത്തുമ്പിയുടെ ശരീരത്തിലെ ഉജ്ജ്വലമായ സങ്കീർണതകൾ ആകസ്മികമായി ക്രമപ്രവൃദ്ധമായി വികസിച്ചു വരാനാകുന്നവയല്ല. എന്തെന്നാൽ ഈ ജീവിയുടെ അതിജീവനത്തിന് ഒരേ സമയം തന്നെ സമ്പൂർണമായി ഈ വ്യവസ്ഥകൾ ഉണ്ടാകേണ്ടതുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ആനത്തുമ്പി അത്ഭുതകരമായ ഈ വൈദഗ്ധ്യത്തോടെയുള്ളതായിരിക്കാനേ സാധ്യതയുള്ളൂ. ഇവയുടെ ഫോസിൽ രേഖകൾ ഇക്കാര്യം ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. പെട്ടെന്ന് ആനത്തുമ്പികൾ പ്രത്യക്ഷപ്പെട്ടതായി ഫോസിൽ രേഖ സൂചിപ്പിക്കുന്നു. ആനത്തുമ്പിയുടെ ഏറ്റവും പഴയ ഫോസിലിന് 320 ദശലക്ഷം വർഷത്തെ
പഴക്കമുണ്ട്. ഇതിനു മുമ്പുള്ള ഫോസിൽ തലങ്ങളിൽ ആനത്തുമ്പിയോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു ജീവിയും ഇല്ലതാനും. കൂടാതെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഇതേവരെ അതിന് എന്തെങ്കിലും പരിണാമം സംഭവിച്ചതായി ഫോസിൽ രേഖകൾ സൂചിപ്പിക്കുന്നുമില്ല. ഏറ്റവും പഴക്കമുള്ള ആനത്തുമ്പികൾ ഇന്നുള്ളവയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. നിങ്ങൾ ഇവിടെ കാണുന്ന 140 മില്യൺ വർഷം പഴക്കമുള്ള ഫോസിലും ഇന്ന് കാണുന്ന ആനത്തുമ്പിയും തമ്മിൽ ഒട്ടും വ്യത്യാസമില്ല. ഈ വസ്തുതകൾ ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് പരിണാമ സിദ്ധാന്തത്തിന്റെ അർത്ഥശൂന്യതയാണ്. ലോകങ്ങളുടെ നാഥനായ അല്ലാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. ഓരോ ജീവജാലവും അവനുള്ള സാക്ഷ്യപത്രമാണ്. അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർക്കൊന്നും തന്നെ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാനാവുകയില്ല എന്ന വസ്തുത ഖുർആൻ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നത് കാണുക: യാ അയ്യുഹൻ നാസു ദുരിബ മസലുൻ ഫസ്തമിഊ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു وَإِن يَسْلُبْهُمُ الذُّبَابُ شَيْئًا لَّا يَسْتَنقِذُوهُ مِنْهُ ضَعُفَ الطَّالِبُ وَالْمَطْلُوبُ. മനുഷ്യരെ, ഒരു ഉദാഹരണമിതാ വിവരിക്കപ്പെടുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക. തീർച്ചയായും അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനും അവർക്ക് കഴിയില്ല. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലൻ തന്നെ. ജൈവലോകത്തെ വിസ്മയങ്ങളിൽ നിന്നുള്ള ഏതാനും എണ്ണമാണ് നാം ഇവിടെ പരിശോധിച്ചത്. പ്രകൃതിയിലെ ഓരോ ജീവിയും ഓരോ പ്രതിഭാസവും ദൈവിക ശക്തിക്കുള്ള അവന്റെ അസ്തിത്വത്തിനുള്ള തെളിവുകളാണ്. സൃഷ്ടിജാലങ്ങളെക്കുറിച്ച പഠനവും അവയുടെ ഉദ്ദേശം മനസ്സിലാക്കലും സുപ്രധാനമാണ്. സൃഷ്ടികളെക്കുറിച്ച് പഠിക്കാനും അവയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ ആഹ്വാനം ചെയ്യുന്നത് കാണാം. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്? ആകാശത്തേക്ക് അത് എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്? പർവ്വതങ്ങളിലേക്ക് അവ എങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്? ഭൂമിയിലേക്ക് അത് എങ്ങനെ വിധാനിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്? ഈ സൃഷ്ടിപ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളിലൂടെ കണ്ണോടിച്ച് സ്രഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയവൻ അവന്റെ സർഗ വൈഭവത്തെക്കുറിച്ച് അറിഞ്ഞുൾക്കൊണ്ടവൻ പ്രതീക്ഷയോടുകൂടി മരണാനന്തര ജീവിതത്തിലെ രക്ഷയ്ക്കു വേണ്ടി കാത്തിരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം. قُلْ سِيرُوا فِي الْأَرْضِ فَانظُرُوا كَيْفَ بَدَأَ الْخَلْقَ ثُمَّ اللَّهُ يُنشِئُ النَّشْأَةَ الْآخِرَةَ إِنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ എപ്രകാരം സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നു എന്ന് നോക്കുക.
പിന്നീട് അള്ളാഹു അവസാനം മറ്റൊരിക്കൽ കൂടി സൃഷ്ടിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്രേ. സൃഷ്ടിപ്രപഞ്ചത്തിലെ ദൈവിക മാർഗദർശനത്തെക്കുറിച്ചാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത്. ഭൂമിയിലെ സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിന് അവകാശം നൽകപ്പെട്ട ജീവിയാണ് മനുഷ്യൻ. നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകുവാനും തിന്മ ചെയ്തുകൊണ്ട് അധമനാകുവാനും കഴിയുന്നവൻ. ആ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിൽ ആവശ്യമായ മാർഗദർശനം നൽകുവാൻ കഴിയുക ജൈവലോകത്ത് കൃത്യവും സൂക്ഷ്മവുമായ മാർഗദർശനം നൽകിയ സർവശക്തനായ അള്ളാഹുവിന് തന്നെയാണ്. സർവശക്തനായ തമ്പുരാൻ മനുഷ്യർക്ക് നൽകിയ മാർഗദർശനമാണ് ഇസ്ലാം. പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ദർശനമാണത്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ചോഫ് ട്രൂത്ത്. നിച്ചോഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ: ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണം, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്. നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ചോഫ് ട്രൂത്ത് സെന്ററുകൾ. നാദ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന് ആമീൻ.